ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഷമീം കൽപ്പേനി. ഇനി നമ്മുടെ അടുത്ത കപ്പൽ യാത്ര വരുന്നത് 2025 ഏപ്രിൽ മാസം മെയ് മാസത്തിലേക്കാണ്. പുതിയ ബുക്കിങ്ങുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് കപ്പലാണ്, ലക്ഷദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് കപ്പലാണ്. രണ്ട് ഭാഗത്തേക്കും കപ്പൽ യാത്രയാണ്. കപ്പൽ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു 10 ദിവസം ഇതിനായിട്ട് മാറ്റിവെക്കണം. നമ്മുടെ പാക്കേജ് വരുന്നത് 3 രാത്രി 4 പകലാണ്. അത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുക. അതുവരെ സ്വന്തം ചിലവിലാണ് അവിടെ നിൽക്കേണ്ടി വരിക. ഇങ്ങനെ പറ്റാത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് എടുത്ത് പോയാൽ മതി. നിങ്ങൾ എന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോടുകൂടി നിങ്ങളുടെ പാക്കേജ് ആരംഭിക്കും. 4-ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നിങ്ങളുടെ പാക്കേജ് തീരും. 3 രാത്രി 4 പകലാണ് കണക്ക്. ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. 3500 അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യേണ്ടത്. അഡ്വാൻസ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക. ഇന്ന് തന്നെ പോയിട്ട് അപേക്ഷ കൊടുത്തോളൂ. ഇൻഷാ അല്ലാഹ് ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് PCC കിട്ടും. നിങ്ങളുടെ PCCക്ക് 6 മാസം കാലാവധിയുണ്ട്. ഈ PCC ഉപയോഗിച്ച് 6 മാസത്തിൻ്റെ ഇടയിൽ അപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് PCC വേണ്ട. PCC കിട്ടിക്കഴിഞ്ഞാൽ PCC, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും. വീണ്ടും ഒരു 15 ദിവസം നമ്മൾ കാത്തു നിൽക്കണം ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടാൻ. അങ്ങനെ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കപ്പലിൻ്റെ പ്രോഗ്രാം നോക്കി എന്നാണോ കപ്പലുള്ളത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഡേറ്റിൽ കപ്പൽ കിട്ടണമെന്നില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഡേറ്റിൽ കപ്പൽ ഉണ്ടാവണമെന്നില്ല. കപ്പൽ ഏത് ഡേറ്റിലാണോ ഉള്ളത് ആ ഡേറ്റിൽ മാത്രമേ നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കപ്പലിൻ്റെ പ്രോഗ്രാം നോക്കി കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്കൊക്കെ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കപ്പൽ യാത്ര ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇന്ന ഡേറ്റിൽ കൊണ്ടുപോയി ഇന്ന ഡേറ്റിൽ തിരിച്ചു കൊണ്ടുവരാമെന്ന് നമ്മൾ ആർക്കും ഉറപ്പ് കൊടുക്കാറില്ല. ഒരു കപ്പലിന് നമ്മൾ ട്രൈ ചെയ്യും, ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടൂല. രണ്ടാമത്തെ കപ്പലിന് ട്രൈ ചെയ്യും, ചിലപ്പോൾ അതും കിട്ടും ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടില്ല. ഒരു 2-3 കപ്പലിനൊക്കെ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടാറുള്ളതും. ഈ വീഡിയോയിൽ കാണുന്നവരൊക്കെ അങ്ങനെ കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്നത് വരെ ക്ഷമയോടെ കാത്തിരുന്ന് ലക്ഷദ്വീപിൽ വന്ന് എൻജോയ് ചെയ്യുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം ബുക്ക് ചെയ്താൽ മതി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക. ഫോം വിളിക്കരുത്, ഇവിടെ റേഞ്ച് കുറവാണ്, ചിലപ്പം കിട്ടത്തില്ല. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ മറുപടി തരും. ലക്ഷദ്വീപ് പാക്കേജിൽ 10 കാര്യങ്ങളാണുള്ളത്, 4 കാര്യങ്ങൾ എക്സ്ട്രയാണ്. അതെല്ലാം നിങ്ങൾ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വന്നാൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പേജ് നിങ്ങളുടെ ചങ്ങാതിമാർക്കൊക്കെ ഫോർവേഡ് ചെയ്ത് ഫോളോ ചെയ്യാൻ പറഞ്ഞോളൂ. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ഉപകാരം ഉണ്ടാവും.